real beauty in your heart. Boche Golden Diamonds. Buy now, pay later. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 30ഓളം കോഴികൾ ചത്തു. കരുളായി കൊട്ടുപാറയിലെ പഴയിടത്ത് ഉമ്മറിന്റെ നാടൻ കോഴികളാണ് ചത്തത്. നാടൻ കോഴി, ആട് എന്നിവയെ വളർത്തി വിറ്റ് ഉപജീവനം നടത്തുന്നയാളാണ് രോഗിയായ ഉമ്മർ. ഒറ്റ രാത്രി കൊണ്ടാണ് മുഴുവൻ കോഴികളെയും അജ്ഞാത ജീവി കൊലപ്പെടുത്തിയത്. ചില കോഴികളെ പാതി ഭക്ഷിക്കുകയും ചിലതിന്റെ കാൽ, തല എന്നീ അവയവങ്ങൾ കടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡിനുള്ളിലാണ് കോഴിക്കൂട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കയറിയാണ് കോഴികളെ പിടികൂടിയിട്ടുള്ളത്. 1 വർഷം മുൻപ് സമാനമായ രീതിയിൽ കോഴികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതോടെ തന്റെ പ്രധാന വരുമാനം നിലച്ചതായി ഉമ്മർ പറഞ്ഞു. ഇത് രാത്രിയിൽ സംഭവിച്ചതാണ്, എന്താന്ന് നമുക്കറിയില്ല. ഒരു 10-20 കോഴികൾ മുട്ടയിടുന്നതുകൊണ്ട് മുട്ടയിടാത്തതുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കടിച്ച് പൊളിച്ച് ആകെ വൃത്തികേടാക്കി ചത്തിക്കുന്നു. തലല്ലാത്തവരുണ്ട്, തലല്ലോരുണ്ട്. അതന്നെയാണ് സംഭവം. നമ്മളെ ഒരു 10-13 കൊല്ലമായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. നാടൻ കോഴികളാണ്, മുട്ടക്കോഴികളൊന്നുമല്ല. അപ്പോൾ ഇതിന് നമ്മളെ ഒരു മാർഗ്ഗതേനി. നമ്മളൊരു പെൻഷൻ പറ്റുന്നൊരു രോഗിയാണ്, പെൻഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മളെ വരുമാനം കഴിഞ്ഞത് നമുക്ക് ഇതേ കജ്ജുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 5-8 ആടുകളും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളെ കച്ചവടം. എന്താ ജീവിയൊന്നും അറിയില്ല അല്ലേ? ജീവിയൊന്നും അറിയില്ല. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഒരു 18 കോഴികളെ കാല് കൊണ്ടുപോയി. ഹോട്ടലൊക്കെ കടണ്ടേ, ഒറ്റക്കാല്. അതൊരു വലത്തേക്കാല് മാത്രം. ഒരു 4-5 കോഴിൻ്റെ ഇടത്തേക്കാലും കൊണ്ടുപോയി, ബാക്കിയൊക്കെ വലത്തേക്കാലും കൊണ്ടുപോയി. അതും അങ്ങനെ ചത്തു. ഇപ്പൊ ഏകദേശം എത്ര കോഴികൾ? ഇപ്പൊ 20 കോഴികളുണ്ട്. അല്ലാടെ വെച്ച കുട്ടികളടക്കം അത് കൂട്ടാണെങ്കിൽ 32ആയി കുട്ടികളടക്കം. വിരിയാൻ 2 കോഴികൾ വേറെ ഉണ്ട്, 10-20 മുട്ടുണ്ട്. വനം മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.